പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ താണിരിപ്പാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത വ്യത്യാസമെന്നെ, സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അടിയനെ ശ്രവിക്കുന്ന ദൂരത്തും ചാരത്തുമായി എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ഒരു 10 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ. ഇന്നത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന വിഷയമാണ്. ഒരു 3-4 പോയിൻ്റ് പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. അതിനാധാരമായി 4-5 ചിന്തകൾ പെട്ടെന്ന് 5 വചനം പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായുള്ള ഒരു വിഷയമാണ് പറയുവാൻ താല്പര്യപ്പെടുന്നത്. സങ്കീർത്തനക്കാരനായ വ്യക്തി അതാരാണെന്ന് നമുക്കറിയില്ല. 119 സങ്കീർത്തനം 122 വാക്യം ദാവീദാണെന്ന് പറയുന്നു. എസ്രാ ശാസ്ത്രിയാണ് എഴുതിയെന്ന് പറയുന്നു. എങ്കിലും ആരെഴുതിയാലും ആ ഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, യഹോവേ അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദി ആയിരിക്കണമേ. നമുക്കും പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ നന്മയ്ക്ക് ഉത്തരവാദി അവിടുന്നാണ്. പലരും നമ്മുടെ നന്മയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോൾ, പലരും നമ്മെ കബളിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, യഹോവേ അടിയൻ്റെ നന്മയ്ക്ക് അങ്ങ് ഉത്തരവാദി ആയിരിക്കണമേ. ഞങ്ങളുടെ തലമുറകളുടെ നന്മയ്ക്ക്, അവരുടെ പഠനത്തിന്, അവരുടെ ഭാവിക്ക്, അവരുടെ യാത്രയ്ക്ക് അങ്ങ് തന്നെ ഉത്തരവാദി ആയിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ വചനം പറഞ്ഞ് ഇത് മതം മാറ്റാനൊന്നുമല്ല, ഇത് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദി. നമ്മുടെ നന്മയെ പലപ്പോഴും ശത്രു അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ നന്മ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ കരഞ്ഞും വിലപിച്ചും കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുന്നതാണ്, ദൈവവചനത്തിൽ കൂടെ അറിയിക്കുന്നതാണ്, അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണമേ. അടിയന് ദാനമായി തന്ന ഭവനത്തിന് ഉത്തരവാദിയായിരിക്കണമേ. അടിയന് ദാനമായി തന്ന തലമുറകളുടെ ഭാവി, പഠനം, എന്തു തന്നെയായാലും ഉത്തരവാദി അവിടുന്നായിരിക്കണം, അല്ലെങ്കിൽ അങ്ങായിരിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ചിന്തയാണ് യോബിൻ്റെ പുസ്തകം 16:19 പറയുന്നു, അവിടെ 2 പദമാണ് പറയുന്നത്. എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും അടിയൻ്റെ സാക്ഷി സ്വർഗത്തിലും, അല്ലെങ്കിൽ എൻ്റെ സാക്ഷി സ്വർഗത്തിലും ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഉയരത്തിൽ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ തന്നെ, സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അവിടെ ഭക്തൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജാമ്യക്കാരൻ അവിടെ നിന്നായിരിക്കണം. അതെന്താണ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം? പലരും ജാമ്യം നിന്ന് കബളിപ്പിച്ചു കൊണ്ട് പോയിട്ടുണ്ട്. ജാമ്യക്കാരായി വന്നവരും ജാമ്യത്തിൽ നിന്നവരുമൊക്കെ കബളിപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യർ ജാമ്യത്തിൽ എനിക്ക് വിശ്വാസമില്ല
ഭക്തൻ പ്രാർത്ഥിക്കുന്നു, അടിയൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ജാമ്യക്കാരൻ, തലമുറകളുടെ ജാമ്യക്കാരൻ അവിടെ നിന്നായിരിക്കണം. അടുത്തു പറയുന്നു, എൻ്റെ സാക്ഷി അങ്ങായിരിക്കണം. ഇന്ന് കള്ളസാക്ഷികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഒന്നും സത്യമില്ലാതിരിക്കുമ്പോൾ, എൻ്റെ ജാമ്യക്കാരൻ അവിടെ നിന്നായിരുന്നത് പോലെ എൻ്റെ സാക്ഷിയും അങ്ങ് തന്നെ ആയിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് സാക്ഷി നിന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടും വരികയില്ല. അങ്ങ് ജാമ്യം നിന്നാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരികയില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ ഞങ്ങൾക്ക് ജാമ്യക്കാരനായി ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് യെശയ്യാ പ്രവചനം 38:14 അവിടെ എഴുതിയിരിക്കുന്ന ഇട നിൽക്കണമേ എന്ന് അവിടെ ഒരു പ്രാർത്ഥനയാണ്. ഞാനിങ്ങനെ പറയുകയാണ്, യഹോവേ, അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഇടനിലക്കാരനായി നിൽക്കണമേ. ഞങ്ങളുടെ വിഷയത്തിന് ഇടനിലക്കാരനായി നിൽക്കണമേ. ജാമ്യക്കാരനായി അങ്ങ് നിന്നതുപോലെ, സാക്ഷിയായി അങ്ങ് നിന്നതുപോലെ, നന്മയ്ക്ക് ഉത്തരവാദിയായി അങ്ങ് നിന്നതുപോലെ ഞങ്ങൾക്ക് അവിടുന്ന് ഇടനിലക്കാരനായി അടിയനും അടിയൻ്റെ കുടുംബത്തിനും അടിയനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങ് തന്നെ ഇടനിലക്കാരനായി നിൽക്കണമേ. ഇടനിലക്കാർ പല വിധത്തിലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇടനിലക്കാർ ഒരുപാട് പേരുണ്ട്. എല്ലാ മേഖലകളിലും ഇടനിലക്കാരുണ്ട്. വിവാഹ വിഷയത്തിൽ ഇടനിലക്കാരുണ്ട്, വസ്തുകാര്യത്തിൽ ഇടനിലക്കാരുണ്ട്, വാഹന വിഷയത്തിൽ ഇടനിലക്കാരുണ്ട്, എല്ലാത്തിലും ഇടനിലക്കാരുണ്ട്. ഇവരൊക്കെ എങ്ങനെ അവരവരുടെ വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഇതൊന്നുമല്ലാത്ത സർവശക്തനായ ദൈവം അടിയനും അടിയൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും അടിയനെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഇടനിലക്കാരനായി അങ്ങ് നിൽക്കണമേ. അടുത്തതായിട്ടുള്ള ഒരു വാക്യമാണ് തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 2:5 പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് തന്നെത്താൻ മറുവിലയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു തന്നെ. അപ്പം ഏക മധ്യസ്ഥൻ അവിടെ നിന്നായിരിക്കണം. ഒരുപാട് മധ്യസ്ഥന്മാരുന്നുണ്ട്. ഈ മധ്യസ്ഥന്മാരൊന്നും മറുപടി തരുന്ന മധ്യസ്ഥത അണയ്ക്കുന്നവരല്ല. ജീവനില്ലാത്ത മധ്യസ്ഥന്മാരാണ്. ജീവനുണ്ടെന്ന് പറയുന്നെങ്കിലും മരിച്ചുപോയ മധ്യസ്ഥന്മാരാണ് എൻ്റെ ഭാഷയെ പറഞ്ഞു. അതിന് എന്തോ ആകട്ടെ. എന്നാൽ ഏക മധ്യസ്ഥൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരേ ഒരുവൻ നസ്രേനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ യേശു ക്രിസ്തുവിൻ്റെ കരത്തിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒന്ന്, അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 2, അടിയനെ ജാമ്യക്കാരനായി, അടിയങ്ങൾക്ക് ജാമ്യക്കാരനായി അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 3, സാക്ഷിയായി അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 4, ഇടനിലക്കാരനായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 5, ഏകമധ്യസ്ഥനായി അങ്ങ് ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. അടിയനോടുകൂടെ, അടിയൻ്റെ കുടുംബത്തോടുകൂടെ, അടിയനെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കേൾക്കാത്തവരുമുണ്ട്, അവരോട് കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മധ്യത്തിൽ വയ്ക്കുവാൻ അടിയന് കൃപ ചെയ്തല്ലോ, നന്ദി പറയാം. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ തിരുവചനം കേട്ട എല്ലാവരുടെ മേലും അനുഗ്രഹം ചൊരിയണം. 5 വിധ കാര്യങ്ങൾക്കും അവിടുന്ന് തന്നെ തുണയായി
മധ്യസ്ഥനായി, നന്മയ്ക്ക് ഉത്തരവാദിയായി, ജാമ്യക്കാരനായി, സാക്ഷിയായി, ഏക മധ്യസ്ഥനായി, ഇടനിലക്കാരനായി അവിടുന്ന് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാവരും വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കണം. ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ, കടഭാരത്തിലിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, വെള്ളക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ അടിയനി പാർക്കുന്ന ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് അനുഗ്രഹവും നന്മയും അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിയൻ പാർക്കുന്ന ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരനായി, സഹോദരിക്കായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അങ്ങയുടെ മക്കളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കണം. കർത്താവെ, വക്കീലന്മാർ, ജഡ്ജിമാർ നീതിന്യായം നടത്തുവാൻ ഇടയാക്കണം. അവർ നീതിയോടെ, സത്യത്തോടെ ഭരണം കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ അവർക്ക് നൽകണം. പോലീസ് അധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ നീതി, സത്യസന്ധത നടത്തട്ടെ. എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മീൻ പിടിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർക്കായി, അവരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ ഭവനം നഷ്ടപ്പെട്ട് മാറിയിരിക്കുന്നവരുണ്ട്, മാറി താമസിക്കുന്നവരുണ്ട്. കർത്താവ്, ആർക്കും ഒരു ജീവനോ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാതെ വണ്ണം ദൈവം കാക്കണം, പരിപാലിക്കണം. ഇന്ത്യ ഭരിക്കുന്ന 29 മുഖ്യന്മാർക്കായി, 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് മാനിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീതിയോടെ ഭരണം നടത്തുവാൻ എല്ലാവർക്കും അവിടുന്ന് കൃപ കൊടുക്കണം. ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും കൊടുക്കണം. കർത്താവെ, ഞങ്ങളുടെ ഒരു യുദ്ധങ്ങളോ, യുദ്ധക്കെടുതികളോ, ക്ഷാമങ്ങളോ, ഭൂകമ്പങ്ങളോ ഒന്നും കടന്നു വരാതെ, പകർച്ചവ്യാധികളോ ഒന്നും കടന്നു വരാതെ വണ്ണം ദൈവം കാക്കണം, പരിപാലിക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഗിൽഗാൽ പ്രയർ ടവറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് ചുമതല വഹിക്കുന്ന കർത്തൃദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അതിൽ ഭാരവാഹികളായിരിക്കുന്ന, പ്രാർത്ഥന സഹകാരികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപ കൊണ്ട് മൂടണം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ആവശ്യങ്ങളിൽ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിയനെ ഏൽപ്പിക്കുന്നു. അടിയൻ വിട്ടിരുന്ന ഭവനത്തെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ 3 പേരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ പഠനം, ഭാവി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കർത്താവെ, പ്രത്യേകിച്ച് 4-ാം തീയതി നടക്കുന്ന ഇലക്ഷൻ റിസൾട്ടിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീതിയുള്ള ഭരണം വരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും പൊതിയണം. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന പോലെ എല്ലാവരെയും പരിശുദ്ധാത്മ നിറവിനാൽ അവിടുന്ന് നിറയ്ക്കണം. പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് 5 വചനപ്രകാരം പ്രാർത്ഥിക്കുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മുഴുവൻ മഹത്വം അവിടെ നിന്ന് എടുക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.